കണ്ണൂരിലെ കേളകത്ത് നിന്ന് ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നമ്മൾ കേട്ടത്. അമ്മയെ മകൻ കൊലപ്പെടുത്തിയിരിക്കുന്നു. അതിനുശേഷം അച്ഛനെ കൊല ചെയ്യാനായിട്ട് മകൻ വീട്ടിൽ കാത്തിരിക്കുന്ന അവസ്ഥ. ഇത്രയും കാലം പൊന്നുപോലെ നോക്കി വളർത്തി വിദ്യാഭ്യാസം കൊടുത്ത് ഇത്രയും വളർത്തിയെടുത്ത കുട്ടികൾ സ്വന്തം രക്ഷിതാക്കളെ ശത്രുക്കളായി കാണുന്നു. എന്താണ് ഇതിൻ്റെ പ്രശ്നം? എന്തുകൊണ്ടിങ്ങനെ സംഭവിക്കുന്നു? നമ്മുടെ സമൂഹം ചർച്ച ചെയ്യേണ്ട വിഷയമാണ്. ഞാൻ മനസ്സിലാക്കുന്നു, നല്ല ഒരു രക്ഷാകർതൃത്വത്തിൻ്റെ അഭാവമാണ് ഇവിടെ നിഴലിക്കുന്നത്. ഒരു ടീച്ചർ ആവണമെങ്കിൽ BEdോ TTCയോ കഴിയണം. ഒരു ഡോക്ടർ ആവണമെങ്കിൽ MBBS കഴിയണം. അതുപോലെ ഓരോ പ്രൊഫഷനും കൃത്യമായ യോഗ്യതകളും പരിശീലനങ്ങളും ഉണ്ട്. എന്നാൽ നമ്മുടെ നാട്ടിൽ വിവാഹം കഴിക്കാൻ എന്ത് യോഗ്യതയാണുള്ളത്? അതൊരു പ്രൊഫഷനാണോ എന്ന് നിങ്ങൾ ചോദിച്ചിരിക്കാം. പക്ഷേ അതൊരു പ്രൊഫഷനേക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഒരു വിവാഹം കഴിക്കാൻ നമ്മുടെ നാട്ടിൽ 18 വയസ്സ് പെൺകുട്ടിക്കാവണം, 21 വയസ്സ് പുരുഷനാവണം. എന്തെങ്കിലും വരുമാനം, കുട്ടിയെ പോറ്റാനുള്ള വരുമാനം കൂടി ഉണ്ടെങ്കിൽ സംഗതി സെറ്റ്. പക്ഷേ ഇത് മാത്രം മതിയോ? ഈ ഭാര്യയും ഭർത്താവും എങ്ങനെ പെരുമാറണമെന്ന്, ഭാര്യയുടെ സൈക്കോളജി എന്താണ്, അവരുടെ ജീവശാസ്ത്രം എന്താണ്, അതായത് ബയോളജി എന്താണ്, പുരുഷൻ്റെ ബയോളജി എന്താണ്, പുരുഷൻ്റെ മനഃശാസ്ത്രം എന്താണ്, ഇവർ എന്തൊക്കെയാണ് ആഗ്രഹിക്കുന്നത്, ഇതൊക്കെ ഏതെങ്കിലും ഭാര്യയ്ക്കും ഭർത്താവിനും അറിയാമോ? പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ അവിടെ തന്നെ തുടങ്ങുകയാണ് പ്രശ്നങ്ങൾ. കല്യാണം കഴിഞ്ഞ് അവിടെ മുതൽ പ്രശ്നങ്ങൾ തുടങ്ങുന്നു. അതിനുശേഷം കുട്ടികളുണ്ടാകുന്നു. കുട്ടികളെ മുമ്പിൽ വെച്ച് ഇവർ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നു. ഈ കുട്ടികളെ എങ്ങനെ ശാസ്ത്രീയമായി വളർത്തണമെന്നുള്ള അറിവ് അവർക്ക് ഇല്ല. അങ്ങനെ കുട്ടികൾ ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും കണ്ടുകൊണ്ട് വളരുന്നു. അങ്ങനെ ആ കുട്ടിയിൽ ഈ രക്ഷിതാക്കളെക്കുറിച്ച് തെറ്റായ ധാരണകൾ അല്ലെങ്കിൽ അവരെ റെസ്പെക്റ്റ് ചെയ്യാത്തൊരവസ്ഥ ഉണ്ടാകുന്നു. ഇനി ഇവരെക്കുറിച്ച് എന്തെങ്കിലും ഒക്കെ സമൂഹത്തിൽ നിന്ന് കേൾക്കുന്ന ചില കാര്യങ്ങൾ ആ കുട്ടിക്ക് സംശയങ്ങൾ ഉണ്ടാക്കാനും കാരണമാകുന്നു. അതോടുകൂടി രക്ഷിതാക്കൾ എന്തായി മാറുന്നു? ശത്രുക്കളായിട്ട് മാറുന്നു. അതുകൊണ്ട് ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് മാറണമെങ്കിൽ ഈ വിവാഹം കഴിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു പ്രിമാരിറ്റൽ കൗൺസിലിംഗ് ഈ രണ്ടുപേർക്കും നൽകണം. കുട്ടികളായി കഴിഞ്ഞാൽ ഒരു കപ്പിൾ കൗൺസിലിങ്ങും അതുപോലെ എങ്ങനെ കുട്ടികളെ വളർത്തണം എന്നുള്ള ശാസ്ത്രീയമായ രീതിയിലുള്ള കൗൺസിലിങ്ങും നൽകിയാൽ മാത്രമേ ഇത്തരം പ്രശ്നങ്ങളിൽ നിന്ന് നമ്മുടെ സമൂഹത്തെ മാറ്റി നിർത്താനും നല്ല കുഞ്ഞുങ്ങളായിട്ട് അവരെ വളർത്തിയെടുത്ത് സമൂഹത്തിൽ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള വ്യക്തിയാക്കാനും കഴിയൂ എന്നാണ് എനിക്ക് തോന്നുന്നത്.